പകുതി വിലക്ക് സ്കൂട്ടറും ഗൃഹോപകരണങ്ങളും നൽകാമെന്ന് പറഞ്ഞ് എത്രയും ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് അതിൽ 1100 ചില്ലാനം കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്നാണ് ഇന്ന് പത്രങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. 4000 ചില്ലാനം പരാതികളും 100 കണക്കിന് കേസുകൾ ആ വിഷയത്തിൽ വന്നിരിക്കുന്നു. ഇതിലേറ്റവും സങ്കടം എന്താ വെച്ചാൽ കക്ഷിഭേദമന്യേ ഒട്ടുമിക്ക രാഷ്ട്രീയക്കാരും NGO സംഘടനകളും അതുപോലെ തന്നെ സീഡ് സൊസൈറ്റികളും അവർ പോലും അറിയാതെ ഈ തട്ടിപ്പിന് ഇരയായിരിക്കുന്നു എന്നാണ് വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പകുതി വിലക്കൊരു സാധനം കിട്ടുമെന്ന് പറയുമ്പോഴേക്കും സ്വന്തം ബുദ്ധി പ്രവർത്തനരഹിതമാകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് മലയാളികൾക്കിടയിലുള്ളത്. ഇതിൻ്റെയൊക്കെ ആയുസ് ഏതുവരെയാണ്? അടുത്ത ഒരു തട്ടിപ്പ് വരുന്നതുവരെ മാത്രമാണ്. എത്ര തട്ടിപ്പുകൾക്ക് ഇരയായാലും അടുത്ത തട്ടിപ്പിൽ ചെന്നു ചാടാനായി വെമ്പൽ കൊള്ളുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് പലപ്പോഴും നമ്മൾ മലയാളികളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഗുരുതരമായ വിഷയം എന്താ വെച്ചാൽ ഇപ്രാവശ്യം സന്നദ്ധ സംഘടനകളുടെ വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. ഇനി സന്നദ്ധ സംഘടനകൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താൽ ആൾക്കാർ വിശ്വസിക്കാത്ത അവസ്ഥ വരും. ഇത് ചില്ലറ വിഷയമല്ല, വളരെ ഗൗരവമായ ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ. സാധാരണക്കാരല്ല പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ബുദ്ധിയും വിവേകവും ഇതിൻ്റെ നോംസും കണ്ടീഷനും ഒക്കെ അറിയുന്ന ആളുകൾ വരെ പോയി അതിൽ പെടുന്നു എന്ന് പറയുമ്പോൾ അടിസ്ഥാന പ്രശ്നം എന്താ അറിയും? വിശ്വാസികൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വെറുതെ കിട്ടും എന്ന് പറയുമ്പോഴേക്ക് അത് പോയി വാങ്ങുക, അതിൻ്റെ ആളുകളായി മാറുന്ന സ്വഭാവം നമ്മൾ അവസാനിപ്പിക്കണം. ഇതാണ് വിഷയം. ഒരാളും നമുക്കൊരു സാധനം വെറുതെ തരില്ല. ആ തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അവർക്കൊരു ഉദ്ദേശവും ഒരു ലക്ഷ്യവും ഒരു കെണി ഉണ്ടാവും. നമുക്ക് തോന്നിപ്പിക്കുക മാത്രമാണ് ഉണ്ടാകുക. അതുകൊണ്ട് ആ കാര്യത്തിൽ അത് ബേസാണ്, ദീനിൻ്റെ ബേസാണ് എന്ത്? വെറുതെ കിട്ടും വിചാരിച്ച് കണ്ട് പോയി നമ്മൾ ഇത്തരം അവസ്ഥയിൽ പോകാൻ പാടില്ല. പിന്നെ വേഗം എന്ത് ചെയ്യുക? കടം വാങ്ങുക. ചെറിയ വിഷയങ്ങൾക്ക് പോലും കടം വാങ്ങുക. നമുക്ക് പൊങ്ങാത്ത ബാധ്യത ഉണ്ടാക്കി വെച്ചിട്ട് കടം വാങ്ങുക. ആ കടാണ് അവസാനം പെരുകിയിട്ട് നേരത്തെ പറഞ്ഞ ആത്മഹത്യയുടെ മുൻപിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കടത്തിൻ്റെ ഗൗരവം നമ്മൾ അറിയണം. മുഹമ്മദ് ബിനു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. നബി ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് തൻ്റെ തല ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് നെറ്റിയിൽ കൈവച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് മാദാ നുസില മിനത് തശ്ദീദ്, എത്ര ഗൗരവമുള്ള കാര്യമാണ് ഇപ്പോൾ ഇറക്കപ്പെട്ടിരിക്കുന്നത്. പിറ്റേ ദിവസം അതേക്കുറിച്ച് സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവാരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലൗ അന്ന റജുലൻ ഖുതില ഫീ സബീലില്ലാഹ്, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കൊല്ലപ്പെട്ടു, ഷഹീദായി. ثم ഉഹീ, പിന്നെ അദ്ദേഹത്തിന് ജീവൻ ഉണ്ടായി. ثم ഖുതില, വീണ്ടും കൊല്ലപ്പെട്ടു. ثم ഉഹീ, വീണ്ടും അദ്ദേഹത്തിന് ജീവൻ കിട്ടി. ثم ഖുതില, വീണ്ടും അദ്ദേഹം കൊല്ലപ്പെട്ടു. വഅലൈഹി ദൈനുൻ, മൂന്നാമത്തെ തവണ അദ്ദേഹം കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹം കടത്തോടു കൂടിയാണ് കൊല്ലപ്പെടുന്നത്. ആ കടത്തോടുകൂടി അദ്ദേഹം കൊല്ലപ്പെടുന്നു എന്നതുകൊണ്ട് അദ്ദേഹത്തിന് സ്വർഗമില്ല. ആർക്ക്? അള്ളാന്റെ മാർഗ്ഗത്തിൽ ഷഹീദായവർക്ക്. ഷഹീദിന് എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും, ഇല്ല ദൈൻ, കടമൊഴിച്ച്. ആലോചിച്ചു, അള്ളാന്റെ മാർഗ്ഗത്തിൽ ഷഹീദായ ആൾക്ക് വരെ കടണ്ടോ അതവിടെ ബാക്കിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വേണ്ടി വന്നപ്പോൾ ഈ മയ്യത്തിന് കടണ്ടോ എന്ന് ചോദിച്ചല്ലോ. ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി നിസ്കരിക്കാൻ വിസമ്മതിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാനത് ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് റസൂലുള്ളാഹി നിസ്കരിക്കുന്നത്. പിന്നെ കാണുമ്പോൾ ഒക്കെ ചോദിക്കും, ഇത് വീട്ടിൽ ഒന്ന് ചോദിക്കും. അവസാനം വീട്ടിൽ എന്ന് പറഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹി പറഞ്ഞു, ഇപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ തൊലി തണുത്തത്, അത് കത്തുകയായിരുന്നു എന്ന്. അതുകൊണ്ട് ആ സുഹൃത്തുക്കളെ, കടം വാങ്ങിയുള്ള ജീവിതം നമ്മൾ എന്ത് ചെയ്യണം? അവസാനിപ്പിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ വലിയ ദുരന്തങ്ങളിലേക്കാണ് നമ്മൾ എടുത്തെറിയുക. ദൂർത്തിൻ്റെ വഴി പിശാചിൻ്റെ വഴിയാണ്. വലാ തുബദ്ദിർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറ എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിച്ചത്. അതുകൊണ്ട് നമ്മുടെ വിവാഹമാകട്ടെ, നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസമാകട്ടെ, നമ്മൾ വാങ്ങുന്ന വാഹനമാകട്ടെ, നമ്മൾ ഉടുക്കുന്ന വസ്ത്രമാകട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന ഫോണാകട്ടെ, ഇതൊക്കെ നമ്മുടെ ബഡ്ജറ്റിനുള്ളിൽ ഒതുങ്ങി നിന്നതാവുക. ഈ ദൂർത്തും പൊങ്ങച്ചവും ദുനിയാവിനോടുള്ള ആർത്തിയും മരണചിന്തയിൽ നിന്ന് നമ്മളെ തടയും. അവസാനം ദുനിയാവിൻ്റെ പിന്നാലെ നമ്മൾ പോകും, വലിയ ഗർത്തങ്ങളിലേക്ക് നമ്മൾ ആപതിക്കും. അള്ളാഹു അങ്ങനെയുള്ള എല്ലാ മുസീബത്തുകളിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.